തീയതി 4 സർക്കാർ ജീവനക്കാർക്ക് ഇതുവരെ ശമ്പളം കിട്ടിയിട്ടില്ല. ജീവനക്കാരുടെ ട്രഷറി അക്കൗണ്ടിൽ ശമ്പളം വന്നതായി രേഖയുണ്ട്. പക്ഷേ ബാങ്കിലേക്ക് ശമ്പളം മാറ്റാൻ കഴിയാത്ത പ്രശ്നം മാർച്ച് 1 മുതൽ തുടരുകയാണ്. സാങ്കേതിക പിഴവ് കാരണമായി ധനവകുപ്പ് പറയുന്നതല്ലാതെ പ്രശ്നപരിഹാരമില്ല. അതായത് പണമില്ലാത്തത് കൊണ്ട് സർക്കാർ ശമ്പളം മുടക്കിയെന്ന് ജീവനക്കാർക്ക് ബോധ്യമാകുന്നു. അതിനാൽ സെക്രട്ടേറിയറ്റിലെ പ്രതിപക്ഷ സർവീസ് സംഘടനയായ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ഇന്നു മുതൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം തുടങ്ങുകയാണ്. സെക്രട്ടേറിയറ്റിന്റെ ട്രഷറി ഗേറ്റിലാണ് ശമ്പളം ആവശ്യപ്പെട്ടുള്ള സത്യാഗ്രഹം തുടങ്ങുന്നത്. ചരിത്രത്തിലാദ്യമായാണ് ശമ്പളം കിട്ടാത്തതിലുള്ള സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സമരം. അതേസമയം സാമ്പത്തിക പ്രതിസന്ധി ഈ മാസം അതിരൂക്ഷമാകും. കേന്ദ്രം അർഹമായ കടമെടുപ്പിന് തടസ്സം നിൽക്കുന്നുവെന്ന പ്രശ്നം കേരളം സുപ്രീം കോടതിയിൽ എത്തിച്ചതോടെ നിർണായക വാദം ഈ മാസം 7-8 തീയതികളിൽ നടക്കും. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം നടന്ന ചർച്ചയിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഉദ്യോഗസ്ഥർ ഉന്നയിച്ച ഉപാധി കേസിൽ കേരളത്തിന്റെ നിർണായക വാദമാവുകയാണ്. 13,600 കോടി രൂപ വായ്പ നൽകാം, പക്ഷേ ഹർജി പിൻവലിക്കണമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ ആവശ്യം. ഇത് യോഗത്തിന്റെ മിനിറ്റ്സ് ആയതോടെ കേരളത്തിന് സുപ്രീം കോടതിയിൽ സമർപ്പിക്കാൻ പ്രധാന രേഖയായി. 13,600 കോടി രൂപ നൽകാൻ സുപ്രീം കോടതി ഉത്തരവിട്ടില്ലെങ്കിൽ ഈ മാസം ഇനി മുന്നോട്ടു പോകാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല. ഖജനാവിലേക്ക് പണം വരാനുമില്ല. 7 മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാനുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിനാൽ മുടങ്ങിയ 2 ഗഡുവെങ്കിലും കൊടുക്കാനുള്ള ശ്രമം നടക്കില്ല. സാമ്പത്തിക വർഷം തീരുകയാണ്. പണമില്ലെങ്കിൽ ബില്ലുകൾ മാറാനാകില്ല. ഗുരുതര പ്രതിസന്ധി ഉണ്ടാകും. അടുത്ത മാസം ശമ്പളവും പെൻഷനും കൊടുക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകും. ബജറ്റിൽ പ്രഖ്യാപിച്ച 1 ഗഡു DA കുടിശ്ശിക കൊടുക്കാനും കഴിയില്ല. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.